ആശങ്ക അകന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം. ആ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ നേതാവിന് എങ്ങനെയാണ് കേരളത്തെ നയിക്കുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നേതാക്കന്മാരിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇന്നത്തെ കാലം അതാണ്. പണ്ട് കാലങ്ങളിലെ പോലെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിണറായി വിജയൻ ഒരു നേതാവാണ്. ആ നേതാവിന് മുന്നോട്ട് ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇദ്ദേഹമാണ് കേരളത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ് CPM മുന്നോട്ട് പോകും. BJP ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും, അതുമായി മുന്നോട്ട് പോകും. കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും എല്ലാം അങ്ങനെയാണ് ഇലക്ഷൻ നേരിട്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ്, ഇപ്പോൾ UDF ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ട് കാലങ്ങളിൽ CPM കോൺഗ്രസ്സിൽ എന്താണ് നടക്കുക എന്ന് പറയുന്നത് അത് വീതം വെക്കലാണ്. ആർക്കൊക്കെയാണോ സീറ്റ് വേണ്ടത് അക്കോമഡേഷൻ രാഷ്ട്രീയമാണ് നടത്തിയിട്ടുള്ളത്. ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലങ്ങളിലും ഏത് രാഷ്ട്രീയക്കാരനാണ് മത്സരിക്കേണ്ടതെന്ന് അവർ സ്വന്തം തീരുമാനിക്കുകയും അതിനുവേണ്ടി ആ സീറ്റിന് വേണ്ടി പ്രഷർ ചെയ്യലാണ് പതിവ്. ആ ശൈലിയിലൊന്നും കോൺഗ്രസ്സിന് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.